പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 2025 7 മാസക്കാലം അത്ഭുതകരമായി അതിശയകരമായി നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കുകയും 8-ാം മാസത്തിൻ്റെ പുത്തൻ പ്രഭാതം സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ സകല നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 40 നാം ഇപ്രകാരം വായിക്കുന്നു: സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധികൾ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്ന വളരെ അത്ഭുതകരമായ അനേക ശുശ്രൂഷകളിൽ ഒരെണ്ണമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ തങ്ങളുടെ അറിവിലും കുടുംബത്തിലും കൂട്ടത്തിലും പലവിധ രോഗത്തിന് അടിമകളായി ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ അവർ യേശുവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. യേശു അവരെ ഓരോരുത്തരെയും അവരുടെ അരികിൽ ചെന്ന് കരം തൊട്ട് അവർക്ക് സൗഖ്യം നൽകി. 2025 8-ാം മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളം തന്നെയാണ്. പല വിധങ്ങളുള്ള പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അപ്രതീക്ഷിതമായിട്ടുള്ള വേദനകൾ, പ്രശ്നങ്ങൾ ഒക്കെ നമ്മെ നേരിട്ടേക്കാം. നമ്മുടെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായി അനേക പ്രതിസന്ധികൾ നാം ധാരണം ചെയ്യേണ്ടതായി വന്നേക്കാം. എന്നാൽ ഒരു കാര്യം, ഈ പുത്തൻ മാസത്തിൻ്റെ പുത്തൻ ദിനത്തിൽ ദൈവവചനം നമുക്ക് അഷുറൻസ് നൽകുകയാണ്. യേശുവിൻ്റെ കരം തൊട്ടാൽ, യേശു നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ സ്പർശിച്ചാൽ, നാം ഇന്ന് അനുഭവിക്കുന്ന കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്, വിടുതലുണ്ട്. അതെ, നാനാവ്യാധികൾ അതോ ഒരാളൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്നവർ അവരുടെ അറിവിലുള്ളവരെ എല്ലാം കൊണ്ടുവന്ന് യേശുവിൻ്റെ അടുക്കൽ വിടുതലിനായി സമീപിക്കുകയാണ്. അവരെ ഒക്കെ തൊട്ട് കർത്താവ് സൗഖ്യം നൽകി. അങ്ങനെയെങ്കിൽ ഈ 1-ാം തീയതി ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും വേദനയുടെയും മുഖത്തോടെ, ഹൃദയത്തോടെ, വിഷമത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നോ? ഒരുപക്ഷെ കഴിഞ്ഞ ജൂലൈ മാസം നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവുകയില്ല. ചില ബാങ്ക് സംബന്ധമായത്, നിയമസംബന്ധമായത്, യാത്ര സംബന്ധമായത്, അഡ്മിഷൻ സംബന്ധമായത്, എക്സാം സംബന്ധമായിട്ടുള്ളത്, ഭവന സംബന്ധമായി, കുഞ്ഞുങ്ങളുടെ വിവാഹം, ഒരു ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിച്ച് പണസംബന്ധമായ ചില ഇടപാടുകൾ എന്നു വേണ്ട, ഒരു മനുഷ്യജീവിതത്തിന് ആവശ്യമായ വിവിധ ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, മനോവിഷമങ്ങൾ, പലരുടെയും മുഖം മറച്ചുള്ള സംസാരങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, നമ്മെ ഒഴിവാക്കിയത്, ഒറ്റപ്പെടുത്തിയത്, വേദനയേറിയ ജീവിതത്തിൻ്റെ അവസ്ഥകൾ. സഹോദരങ്ങളെ, നിങ്ങൾ കടന്നു പൊക്കൊണ്ടിരിക്കുന്നത് എന്തും ഏതും എത്ര ലഘുവും എത്ര ഘനമേറിയതുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ കരം തൊട്ടാൽ വിടുതലാണ്. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ജീവജലത്തിൽ കൂടെ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഈ പുത്തൻ മാസം യേശു തന്റെ കരം തൊട്ട് അനുഗ്രഹിക്കട്ടെ, സൗഖ്യം തരട്ടെ, വിടുതൽ നൽകട്ടെ. കടന്നു പോകുന്ന പ്രതികൂലത്തിൽ നിന്നും ഒരു വലിയ മാറ്റം, ഒരു വലിയ വിമോചനം, ഒരു വലിയ ഉയർച്ച തമ്പുരാൻ നൽകട്ടെ. അങ്ങനെ ഓഗസ്റ്റ് മാസം യേശുവിന്റെ കരസ്പർശനത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, കുടുംബ ജീവിതം, വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾ സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. അങ്ങനെ നന്മയുടെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു മാസമായി ഈ ഓഗസ്റ്റ് മാസം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും തമ്പുരാൻ അനുഗ്രഹിച്ചു നൽകട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാൽവറിയിൽ കൂടാതെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കാൽവറിയുടെ രക്തമാണല്ലോ ഞങ്ങളുടെ വിടുതൽ. ആ കാൽവറി കൂടാതെ ഞങ്ങൾക്കൊരു അനുഗ്രഹവും വിടുതലും ഇല്ലല്ലോ. ആ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം ഞങ്ങളുടെ മാനസാന്തരത്തിന്, ഞങ്ങളുടെ പാപമോചനത്തിന്, ഞങ്ങളുടെ നിത്യതയ്ക്ക് കാരണമായല്ലോ. ആ ആണിപ്പാടുള്ള കരം കൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ സ്പർശിക്കുമെന്ന് അങ്ങയുടെ പരസ്യ ശുശ്രൂഷ വേളയിലെ വലിയ വിടുതലിന്റെ വാർത്ത ഇന്ന് ഞങ്ങൾ കേട്ടതിലൂടെ ഇതാ ഞങ്ങൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. ഈ പുത്തൻ മാസം അവിടുത്തെ കരം തൊട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പാ, ഞങ്ങൾക്ക് വേദനകളും ഭാരങ്ങളും നിന്ദകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. എന്നാൽ അവിടുന്ന് തൊട്ടാൽ അതിന് നിത്യമായ വിടുതലാണ്, ശാന്തിയാണ്, സൗഖ്യമാണ് എന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു, വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആ കരം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്മേൽ, ഞങ്ങളുടെ സഭയുടെ മേൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും നിരാശയിലും ആയിരിക്കുന്നതിന്റെ മേൽ തൊടണമേ, വിടുതൽ അയക്കണമേ. അങ്ങനെ ഈ ഓഗസ്റ്റ് മാസം എല്ലാ നിലകളിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദൈവകൃപയുടെയും മാസമാക്കി ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അങ്ങയുടെ ഉത്തമ സാക്ഷികളായി നിലകൊള്ളുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, 2025 8-ാം മാസം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ കരം തൊട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വലിയ പ്രശ്നമാണ്. ഈ വിഷയം ഒരിക്കലും മാറുകയില്ല. ആര് നോക്കിയാലും മാറ്റാൻ പറ്റുകയില്ല. എൻ്റെ ഭാരം അതെനിക്ക് അറിയത്തുള്ളൂ, അത് വേറെ ആർക്കും മാറ്റുവാൻ പറ്റുകയില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും സ്വയം വിധി എഴുതി, സ്വയം ശപിച്ച് ഇതിനകത്ത് നിന്ന് പുറത്തു വരുവാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ താല്പര്യപ്പെടാതെ അതിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? അങ്ങനെയുള്ളവരെ തൊടുവാൻ യേശുവിന്റെ കരം ഇന്ന് തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരങ്ങളിൽ ഏൽപ്പീര്. അതെ, നാനാ വ്യാധി പിടിച്ചവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു അവരുടെ മേൽ കൈവച്ച് സൗഖ്യം കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽ നമ്മെ ഓരോരുത്തരെയും ആ ആണിപ്പാടുള്ള കരം തൊട്ട് സൗഖ്യമാകട്ടെ. ആ സൗഖ്യം പ്രാപിച്ച് സാക്ഷ്യമുള്ളവരായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ ഓരോരുത്തരെയും ഈ പുത്തൻ മാസം ഇടയാവട്ടെ. ജീവജലത്തിന്റെ പ്രേക്ഷകരായ എല്ലാ സഹോദരങ്ങൾക്കും ഈ 8-ാം മാസമായ ഓഗസ്റ്റ് മാസം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആത്മീയ ശുശ്രൂഷയുടെ ആത്മീയ മുന്നേറ്റത്തിന്റെ ദൈവകൃപയുടെ മാസമായി അനുഗ്രഹത്തോടെ തമ്പുരാൻ നടത്തട്ടെ. അതിന് സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.